എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലമാവാൻ പാടുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. വെറും 7 ഡയലോഗ്. ദേഷ്യമാണ് വരുന്നത്. സത്യം പറഞ്ഞു വളരെ ദേഷ്യമാണ് വരുന്നത്. കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ, കാരണം നമ്മുടെയൊക്കെ അച്ഛന് മുമ്പേ അയാള് വെട്ടിവെച്ചൊരു പാതയുണ്ട്. അത് കറക്റ്റായിട്ട് ദേഷ്യമാണ്. എന്തത് ആമിർ ഖാന് ഹൈപ്പിന് അത്ര ഉള്ളില്ല. സൂപ്പർ. പടം വേറെ ലെവലാണ്. ഹോളിവുഡ് ലെവലിൽ എന്താ പറയാ, നമ്മളെ മലയാള സിനിമയ്ക്ക് ഇങ്ങോട്ട് പോകുന്ന നമുക്കതൊരു അഭിമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. 3ാമത്തെ പടം ഡയറക്ട് ചെയ്യുന്ന ഒരാളെന്ന് പൃഥ്വിരാജ് പറയാൻ പോലും പറ്റത്തില്ല. തിയേറ്റർ മൊത്തം ഒരു റൊമാൻറ്റിഫിക്കേഷനാണ്. 3 വർഷമായിട്ട് മോഹൻലാൽ ഇച്ചിരി ഒന്ന് പതുങ്ങിയിരിക്കാൻ, മുതലും പലിശയും തീർത്ത് വീട്ടുന്ന രീതിയിൽ ഒരു ടോപ്പ് നോച്ച് മൂവി. ഞാൻ ഒത്തിരി എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. എനിക്ക് ലോ പേസിലെ ചിന്തിച്ചത്, അതിനനുസരിച്ച് ഐ ആം ഹാപ്പി വിത്ത്. നല്ല അടിപൊളി പടം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജും ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ വരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പടം മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. മലയാള സിനിമയിലെ പീക്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സംഭവമായിട്ട് തന്നെ വരും. എക്സ്പെക്ടേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് എക്സ്പെക്ടേഷൻ പോലെ തന്നെ വന്നിട്ടുണ്ട് പടം. എല്ലാ പെർഫോമൻസും ഓരോ ക്യാരക്ടറും പെർഫെക്റ്റ് പെർഫോമൻസ് ആണ്. ഒരു ചെറിയ സീന് പോലും ലാഗോ, ഒരു ചെറിയ സീന് പോലും താഴോട്ട് പോയിട്ടില്ല. എല്ലാം അതിന്റെ പീക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടറിയാന്നുള്ളതാണ്. ലാലേട്ടൻ അല്ലാതെ അത് കഴിഞ്ഞ് നേരെ നമ്മളെ പൃഥ്വിരാജ് ചേട്ടൻ പൃഥ്വിരാജ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ബാക്കി സിനിമയിൽ കണ്ടറിയാന്നുള്ളതാണ്. കുറച്ച് പറയും പോലെ ലാംഗ്വേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുരളീഗോപി ഭയങ്കരമായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആർക്കും ഡയലോഗ്സ് മീൻസ് ഇതിനകത്ത് വിഷ്വൽസ് ആണ് ഉള്ളത്. ഫൈറ്റിംഗ് വിഷ്വൽസ് ആണ് ഉള്ളത്. ഒരു ഭയങ്കര എന്താ പറയുക, ഇന്റർനാഷണൽ ആയിട്ട് ഒരു ഹോളിവുഡ് മൂവിയാണ്. പിന്നെ അടുത്ത പ്രതീക്ഷിക്കുന്നു. ലാലേട്ടൻ എൻട്രി പൊളി. ലാലേട്ടൻ ഫൈറ്റിംഗ് പക്ക ഫൈറ്റിംഗ് ആണ് ബ്രോ. പക്ക ഫൈറ്റിംഗ്. ലാലേട്ടന്റെ ഈ പ്രായത്തിൽ ലാലേട്ടന്റെ ഈ ഫൈറ്റിങ്ങും ഒന്ന് നിന്നാ മതി. അങ്ങനെ ഇപ്പൊ ഉണ്ടാവണം. അത്രയ്ക്ക് ഓളം ഉണ്ട്. ഇനി ഒന്നും കൂടി പറഞ്ഞു തന്നെ. ഇനി കൂടുതൽ ഷോറെ പൃഥ്വി ലാലേട്ടനത് ഇഷ്ടപ്പെട്ട്. പിന്നെ മഞ്ജു നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓറൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. കൊള്ളാം. നല്ല നൈസ് പടം. എല്ലാവരും വന്ന് കാണാൻ പറ്റും. നല്ലൊരു പടം തന്നെ. ഇഷ്ടപ്പെട്ടു. നല്ല പടം തന്നെ. രണ്ട് ടിസ്റ്റ് ഉണ്ട് അതിൽ. കയറി കാണാൻ പറ്റും. കൊള്ളാം. മാറ്റി എന്തായാലും മാറ്റി. ഇനി അടുത്തിന് വരണം. വീണ്ടും ബുക്ക് ചെയ്യണം. കാണണം. പ്രതീക്ഷ കോടി തുകയല്ല. ഏറെ കൊള്ളാം. ഒരു 500,000 കോടി കൊള്ളാം. വെച്ചിട്ട് അത്രയ്ക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ മോഹൻലാലിന്റെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, മോഹൻലാൽ എന്നുള്ളൊരു ഫാക്ടർ, അത് ഫസ്റ്റ് ഹാഫിലില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു മാസം ഫൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇത്രയും ഹൈപ്പിനുള്ളതുണ്ടോന്ന് ചോദിച്ചാൽ ഐ കാൻ സേ ദാറ്റ്. ഡിസപ്പോയിന്റഡ് എന്നല്ല, നമുക്ക് വന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കുള്ളതില്ല. അങ്ങനെ ഈ ഇത്രയും കയറ്റി വെച്ചിരിക്കുന്നതിന്റെ അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ ലാലേട്ടൻ ഫാക്ടർ എന്നുള്ളത് ആ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലൂസിഫർ ആണോ എംപുരാണോ എന്ന് പറഞ്ഞാൽ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് ലൂസിഫർ. അതിന്റെ ഒരു ലെവലിൽ എനിക്ക് പേഴ്സണലി വയലൻസ് ഇച്ചിരി കൂടുതലുണ്ട്. ലൂസിഫറിന് അത്രയ്ക്ക് വയലൻസ് ഇല്ലായിരുന്നല്ലോ. കുറെ മാസ് ഡയലോഗ്സും കുറെ പഞ്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇതിലില്ലായിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വയലൻസ് ആണ് കുറച്ചധികം കൂടുതലായിട്ട് തോന്നിയത്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് ഗുഡ്. മാസ് BGM, പിന്നെ ആ സീൻസും ലൊക്കേഷൻസ് ഒക്കെ അതൊക്കെ സൂപ്പറാണ്. പക്ഷെ ആ ലാലേട്ടനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ബിക്കോസ് എവ്രി വൺ വാസ് സേയിങ് 6 വർഷത്തിന് ശേഷമുള്ള ലാലേട്ടൻ മൂവി എന്നുള്ള ആ ഒരു മാസ് ഫീൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആസ് എ മൂവി ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ ആ ഒരു മാസ് ഫീലിംഗ് വാസ് മിസ്സിംഗ്. ചെറുപ്പകാലം തൊട്ടേ കേട്ടു വന്ന രാജാവ്, ആ രാജാവിനെ പുനർജീവിച്ചു കൊണ്ടുവരാ ഒരു ആളുണ്ട്. സുകുമാരൻ മുളയിലെ തുള്ളാൻ ശ്രമിച്ചിട്ടും സ്വന്തം കഴിവുകൊണ്ട് കയറി വന്ന് പടം ചെയ്ത് വെച്ചുകൊണ്ട് കയറി കാണും മക്കളെ. അതാണ് എമ്പുരാൻ. ഗംഭീര സിനിമ. അടിപൊളി.
ഗംഭീരമാണ്. മേക്കിംഗ് വൈസ് സൂപ്പർ ആയിരുന്നു. ലൂസിഫറിന് കഥയായിരുന്നു കുറച്ചുകൂടെ അടിപൊളി. പക്ഷെ എംബ്രാനിൽ വരുമ്പോ കഥ ഒരു ലെയർ ഉണ്ട്, പക്ഷെ മേക്കിംഗ് ഗംഭീരം. ഒരു ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. സാധാരണക്കാരന് മനസ്സിലാവുന്ന ചെറിയൊരു സംശയമുണ്ട്, കാരണം ലാംഗ്വേജുകൾ പറയുന്ന ടെറൈൻസ് ഒക്കെ കുറച്ച് മാറ്റമുണ്ട്. പക്ഷെ പടം അടിപൊളിയാണ്. കൈയടിക്കാനും കൂവാനും ഉള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി, രോമാഞ്ചം വന്നിരിക്കും. ഗംഭീര പടം. അലച്ചലച്ച് തൊണ്ടയൊക്കെ പോയി. സൂപ്പറാണ്. ഒരു 450 കോടിയൊക്കെ അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി പടം. ലാലേട്ടന്റെ തീർച്ചയായിട്ടും ഫൈറ്റുകളൊക്കെ കുറവാണ്, പക്ഷെ ലാലേട്ടനെ കണ്ടിരിക്കാം. ആ സ്ക്രീൻ പ്രസൻസ് അടിപൊളി.